US നേവിയുടെ നിരീക്ഷണ ഡ്രോൺ ആയ MQ-4Z ട്രിഡൻ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ച് കാണാതെയായി. അമേരിക്കയുടെ കൈവശമുള്ള വില കൂടിയ ഡ്രോണുകളിലൊന്നാണ് ഇത്. ഫ്ലൈറ്റ് എമർജൻസി അലേർട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഡ്രോൺ അപ്രത്യക്ഷമായത്. ഹോർമൂസിന് മുകളിലെത്തിയ ഡ്രോണിനെ ഇറാൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതാണോ എന്ന സംശയമാണ് ഉയരുന്നത്. പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും 3 മണിക്കൂറോളം നീണ്ട നിരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഡ്രോൺ കാണാതായത്. നിരീക്ഷണ പറക്കലിന് ശേഷം ഇറ്റലിയിലെ സിഗോണല വ്യോമതാവളത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു വിമാനം. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സെറ്റായ ഈ ഫ്ലൈറ്റ് റഡാറിലെ വിവരം അനുസരിച്ച് അടിയന്തര സന്ദേശം പുറപ്പെടുവിക്കുമ്പോൾ ഇറാനിലേക്ക് പറക്കുന്നതിനായി തിരിഞ്ഞ് താഴ്ന്ന് തുടങ്ങുന്ന നിലയിലായിരുന്നു ഡ്രോൺ. ആളില്ലാ വിമാനം പൊടുന്നനെ മർദ്ദം നഷ്ടമായി അപ്രത്യക്ഷമാവുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇറാൻ വെടിവെച്ചിട്ടതാണോ അതോ സ്വയം തകർന്നു വീണതാണോ എന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല. വെടിനിർത്തലിന് ഇറാനും US ധാരണയിലെത്തിയ 2ാം ദിവസമാണ് അമേരിക്കയ്ക്ക് ഹോർമൂസിന് മുകളിൽ വെച്ച് ഡ്രോൺ നഷ്ടമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ $200 മില്യൺ വില വരുന്ന MQ-4Z ട്രിറ്റനെ പശ്ചിമേഷ്യയിൽ US സെൻട്രൽ കമാൻഡ് എത്തിച്ചത്. തന്ത്രപ്രധാന മേഖലകളിൽ മണിക്കൂറുകൾ നീളുന്ന നിരീക്ഷണം നടത്താൻ ട്രിറ്റന് സാധിക്കുമെന്നതാണ് പരമ്പരാഗത നിരീക്ഷണ ഡ്രോണുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കടലിന് മുകളിലുള്ള കൃത്യമായ നിരീക്ഷണത്തിനും P-80A പോസിഡൻ പെട്രോൾ വിമാനങ്ങൾക്കുമാണ് ട്രിറ്റന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നത്. 7400 നോട്ടിക്കൽ മൈൽ റേഞ്ചിൽ 24 മണിക്കൂറിലേറെ നേരം 5000 അടി ഉയരത്തിൽ നിരീക്ഷണം നടത്താൻ ട്രിറ്റൻ പര്യാപ്തമാണ്. 2025 കണക്ക് അനുസരിച്ച് 20 MQ-4Z ട്രിറ്റൻ ഡ്രോണുകളാണ് US സൈന്യത്തിന്റെ പക്കലുള്ളത്. 7 എണ്ണം കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു US. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നേരത്തെ ഒപ്പിട്ട വെടിനിർത്തൽ കരാർ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. പുതിയ ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിച്ച് ആഗോള എണ്ണ വിപണിയെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്ന് അമേരിക്ക ആരോപിച്ചതും ഇസ്രായേൽ ലബനനെ ആക്രമിച്ചത് വെടിനിർത്തൽ ധാരണയുടെ ലംഘനമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തിയതുമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തിന് കാരണം. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ചർച്ചകൾക്ക് മുൻപ് പൂർണ്ണമായും ഒഴിവാക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ലബനനിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിൽ കടുത്ത വിമർശനവും ഇറാൻ ഉന്നയിക്കുന്നു. കരാറിന്റെ ഭാഗമായുള്ള നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നു എന്നാരോപിച്ച് ഇറാൻ എണ്ണ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. മധ്യേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാരണം എണ്ണ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. സമാധാന ശ്രമങ്ങൾ പാളുന്നത് മേഖലകളിൽ വീണ്ടും സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഗോള എണ്ണ വിപണിയിൽ ഇറാൻ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ വിതരണത്തിലെ കുറവ് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കാൻ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇറാൻ. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം കുവൈത്തിൽ വീണ്ടും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈത്തിലെ അതീവ സുരക്ഷാ മേഖലയായ നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിൽ താവളത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കുവൈത്ത് നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ജദാർ ഫാദർ സ്ഥിരീകരിച്ചു. ഒരു ശത്രു ഡ്രോണാണ് നാഷണൽ ഗാർഡ് സൈറ്റിനെ ലക്ഷ്യമിട്ടെത്തിയത്. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണ സമയത്ത് സൈനികർ സുരക്ഷിതരായിരുന്നതിനാൽ ആർക്കും പരിക്കോ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല എന്നും വക്താവ് അറിയിച്ചു. സ്ഫോടനത്തിന് പിന്നാലെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സുപ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഏതുതരം ശത്രു നീക്കങ്ങളെയും നേരിടുന്നതിനും നാഷണൽ ഗാർഡ് സർവശക്തനാണ് എന്ന് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാഖ്, ഇറാൻ അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കുവൈത്തിന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്ന് ശ്രദ്ധേയമാണ്. ലബനൻ സർക്കാരുമായി ചർച്ചകൾക്ക് ഇസ്രായേൽ ഉണ്ട്. അതേസമയം ഇസ്രായേലും ലബനനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയ്ക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് തുടക്കമാകുന്നു. ലബനൻ സർക്കാരിന്റെ നിരന്തരമായ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെയാണ് ഇസ്രായേൽ ചർച്ച പ്രഖ്യാപിച്ചത്. ലബനനിലെ കരുത്തരായ ഹിസ്ബുള്ള സായുധ സംഘടന നിരായുധീകരിക്കുക എന്നതിനാലാണ്
ഇസ്രായേൽ ചർച്ചയിൽ മുൻഗണന നൽകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ സമാധാന ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കും. ബെയ്റൂട്ടിനെ സൈനിക മുക്തമാക്കാനുള്ള ലെബനൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ നെതന്യാഹു സ്വാഗതം ചെയ്തു.